പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്. ഉറക്കത്തിൽ മക്കൾ മൂത്രമൊഴിക്കുന്നുണ്ട്, എന്താണ് ഇതിന് പരിഹാരം? നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ഈ ഒരു പ്രശ്നം മാറാൻ ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടികളുടെ ഹിസ്റ്ററിയാണ്. സാധാരണഗതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസാനം വളർച്ച എത്തുന്നത് ഈ മൂത്രസഞ്ചിക്കാണ്, അതായത് ഈ യൂറിൻ ബ്ലാഡർ. ചില കുട്ടികൾ ചിലപ്പോൾ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 7, ചിലപ്പോൾ 6 വയസ്സ് വരെ പോവാം. 6 വയസ്സ് 7 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ആ കുട്ടികൾ മൂത്രമൊഴിക്കുകയാണ്. ഒരു ദിവസം തന്നെ തുടർച്ചയായി 1, 2, 3 പ്രാവശ്യം. അതിൽ തന്നെ ഈ പ്രൈമറി, സെക്കൻഡറി, ചില കുട്ടികൾ തുടർച്ചയായി ചെറുപ്പം മുതലേ തുടർച്ചയായി മൂത്രമൊഴിക്കുന്ന കുട്ടികൾ 6 വയസ്സ് വരെ. ചില കുട്ടികൾ 3 വയസ്സാകുമ്പോഴും 2 വയസ്സാകുമ്പോൾ നിർത്തി, പിന്നെ വീണ്ടും 4 വയസ്സാകുമ്പോൾ തുടരുന്നൊരവസ്ഥ, സെക്കൻഡറി ബെഡ് വെറ്റിംഗ്, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താക്കേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈദ്യശാസ്ത്രപരമായ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കുട്ടികളെ ഡോക്ടറെ കാണിക്കുക, ഒരു പീഡിയാട്രിഷനെ കാണിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ പീഡിയാട്രിക് യൂറോളജിസ്റ്റിനെ കാണിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈ ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടും ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ഒരു പൈശാചികമായ പ്രശ്നം കൊണ്ടായിരിക്കാം. അതിനുള്ള പരിഹാരമാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 അവയവങ്ങൾക്കാണ്. ഒന്ന്, ഇവരുടെ ബ്ലാഡർ, യൂറിൻ ബ്ലാഡർ, മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന അവരുടെ ഡെവലപ്മെന്റ് കുറവാണ്. രണ്ടാമത്തതാണ് കിഡ്നി. കിഡ്നിയിൽ അവർക്ക് ഈ മൂത്രത്തെ, അമിതമായ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനെ തടയുന്ന ഹോർമോൺ ADH. അപ്പോൾ അതിൻ്റെ ഹോർമോൺ കുറയുമ്പോഴാണ് ഈ മൂത്രം അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും മൂത്രസഞ്ചിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മൂത്രമൊഴിച്ച് പോവാണ്. ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. മൂത്രമൊഴിക്കുന്ന ആ സമയത്ത് കുട്ടിക്ക് രാത്രിയിൽ പ്രത്യേകിച്ച് നല്ല ഗാഠമായ ഉറക്കമുള്ള കുട്ടികളുണ്ടാവും. വിളിച്ചാലൊന്നും അറിയില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തുന്നില്ല, മൂത്രമൊഴിക്കാനായിട്ടുണ്ട്, മൂത്രം സഞ്ചി നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം മൂത്രമൊഴിക്കുന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡെവലപ്മെന്റ് കുറവാണ്. അപ്പോൾ ഈ 3 അവയവങ്ങളുടെ ഒരു അസന്തുലിത അവസ്ഥയാണ് ഈ മൂത്രമൊഴിക്കാൻ കാരണം ഉറക്കത്തിൽ ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് തടയാൻ വേണ്ടി പൊതുവേ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തത്, നമ്മൾ ഈ ഉറങ്ങുന്നതിന് 1 or 2 മണിക്കൂർ മുമ്പ് നമ്മൾ ദ്രാവകങ്ങൾ, വെള്ളം മാത്രമല്ല, പാല്, ജ്യൂസ്, പ്രത്യേകിച്ചും കൂടുതൽ ജലാംശമുള്ള വത്തക്ക, കക്കിരി, അതുപോലുള്ള വസ്തുക്കൾ കുറക്കുക. രാത്രി സമയത്ത് ജലാംശമുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ പാനീയങ്ങൾക്ക് കുറച്ച് കുറക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കുക. മൂന്നാമത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡബിൾ വോയിഡിങ്. 15 മിനിറ്റ് മുമ്പ് കുട്ടിയെ മൂത്രം ഒഴിപ്പിക്കുക. ആ 15 ഉറങ്ങുന്നതിന് മുമ്പും 2 പ്രാവശ്യം കുട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കുക നമ്മൾ പരിശീലിപ്പിക്കുക. മലബന്ധമുള്ള കുട്ടികളുണ്ടാവും. മലബന്ധമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നമ്മൾ നൽകുക. അങ്ങനെയാണെങ്കിലും അത് ചിലപ്പോൾ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ബെഡ് വെറ്റിംഗ് അലാറം. ഈ കുട്ടി ഏത് സമയത്താണ്, ഏകദേശം ഒരു ഐഡിയ നമുക്കുണ്ടാവും, 2 മണിക്കോ 3 മണിക്കോ ആ സമയത്താണ് മൂത്രമൊഴിക്കുന്നത്. ആ സമയത്ത് അലാറം വെച്ച് കുട്ടിയെ എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിക്കുക. ചില കുട്ടികൾക്ക് പിന്നെ അലാറം വെച്ചാലും ചിലപ്പോൾ ആ സമയത്ത് മൂത്രമൊഴിച്ചാലും പിന്നെ വീണ്ടും അങ്ങനെ മൂത്രമൊഴിക്കുന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ അത് കാണുന്നേ വേണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ബ്ലാഡർ ട്രെയിനിങ്, പകൽ ഈ സ്കൂളിൽ മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾ, ഇവർക്ക് മൂത്രം പിടിച്ചിക്കാൻ കഴിയാത്തൊരവസ്ഥ, പെട്ടെന്ന് ചിലപ്പം വസ്ത്രത്തിൽ തന്നെ മൂത്രം പോയി പോകും. ഇവർക്കൊരു പരിശീലനം കൊടുക്കുന്നതല്ല, കുറച്ച് നേരമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ. കൂടുതൽ സമയം പറ്റില്ല, ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയമെങ്കിലും അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്താൽ ഉറക്കത്തിലും ചെറിയ ഒരു മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ കഴിയും. പൊതുവെ ഒരു മാനസിക പിന്തുണ നൽകുക. അതായത് കുട്ടിയോട് പറയാം, മോനിക്കന് ഈ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന പ്രശ്നം കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ ഇല്ലാതാവും. മാനസികമായ സപ്പോർട്ട്, പിന്തുണ കുട്ടിക്ക് നൽകുക. ഏതെങ്കിലും ദിവസം കുട്ടി മൂത്രമൊഴിച്ചില്ലെങ്കിൽ കുട്ടി അഭിനന്ദിക്കുക. മോനിക്ക് പരിശ്രമിച്ചാൽ അതൊക്കെ നിർത്താൻ കഴിയും എന്നുള്ളതിന് തെളിവാണ്. ഒരു ദിവസം ഒഴിച്ചില്ലല്ലോ, അതിനൊക്കെ സമ്മാനം കൊടുക്കുക. വിഷ്വലൈസിങ്, അത് നല്ല ഒരു പരിഹാരമാണ്, ഒരു സൈക്കോളജിക്കൽ റെമഡിയാണ്. ഈ കുട്ടിയെ കൊണ്ട് നല്ല ശാന്തമായ സ്ഥലത്ത് പോയി ഇരുത്തി ആ കുട്ടി കണ്ണടച്ച് ഉറങ്ങുന്നതായി എൻ്റെ ഒരു ഇമാജിനേഷൻ. കുട്ടി ഉറങ്ങുന്നു, മൂത്രക്കൊഴിച്ച് ഉറങ്ങുന്നു, മൂത്രമൊന്നും ഒഴിക്കാതെ കുട്ടി എഴുന്നേൽക്കുന്നു. ആളുകളൊക്കെ, ഉപ്പയും ഉമ്മയോ മറ്റുള്ള ആളുകളെ കുട്ടിയെ അഭിനന്ദിക്കുന്നു. കുട്ടിയും നല്ല സന്തുഷ്ടനാണ്. ആ രൂപത്തിലൊരു ചിത്രം കുട്ടിയുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ, അങ്ങനെ കുറേ ദിവസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് ഡോക്ടറെ കാണിച്ചു
ചികിത്സ പല ചികിത്സയുമുണ്ട്. മെഡിക്കൽ ആധുനിക സയൻസ് അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായ ചികിത്സ സമ്പ്രദായങ്ങളുണ്ട്. യുനാനി, ആയുർവേദിക്, അലോപ്പതി, പ്രകൃതി ചികിത്സ ഉണ്ടാകും. ഇങ്ങനെ പല ചികിത്സ രീതികളുണ്ട്. ഇതിലൊക്കെ ഇതിന് പരിഹാരമുണ്ട്. ഏത് ചികിത്സയാണെങ്കിലും നമ്മൾ ആദ്യം ആ ചികിത്സകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഒരു ആത്മീയ പരിഹാരമാണ് എന്ന് പറയുന്നത്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റമില്ല. ഡോക്ടർമാർ പറയുന്നത് ഒരു പ്രശ്നമില്ല എങ്കിൽ അതൊരു പൈശാചികമായ പ്രശ്നം കൊണ്ടും ആവാം. അപ്പം അതിനുള്ള പരിഹാരമാണെന്ന് ഞാൻ പറയുന്നത്. ഈ കുട്ടി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നാടൻ അവിൽ കിട്ടിയാൽ നന്നായി. ഇല്ലെങ്കിൽ അവിൽ എന്ന് പറയുന്നത് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ അവിൽ വറുത്ത് പൊടിച്ച് അതിലേക്ക് തേന്, കറുകപ്പട്ട പൊടിച്ച്, പെരിഞ്ചീരകം അതൊക്കെ പൊടിച്ചിട്ട് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ അതൊക്കെ ചേർക്കാം. തേനായതുകൊണ്ട് മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ 3 ഫാത്തിഹ ഓതി അതിലേക്ക് 11 സൂറത്തുൽ ഫലഖ് 11 പ്രാവശ്യം, അതുപോലെ സൂറത്തുൽ നാസ് 11 പ്രാവശ്യം ഓതി അതിൽ മന്ത്രിച്ച് കുട്ടിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കൊടുക്കുക. ഇങ്ങനെ 7 ദിവസമോ 21 ദിവസമൊക്കെ ഇങ്ങനെ തുടർച്ചയായി കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഇതുപോലെ ഇതിന് പരീക്ഷണം നടത്തി മാറ്റം വന്ന മന്ത്രമാണ് ഇത്. നിങ്ങളുടെ കുട്ടിയുടെ ഉറക്കൊഴിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും മാറും.